വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 4 വാക്യങ്ങൾ 13 മുതൽ 20 വരെ. ഫലം പുറപ്പെടുവിക്കുന്നവരാകുവിൻ. ഈശോ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. അവർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ ഉടനെ അവർ വീണുപോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിധിക്കപ്പെട്ടവരാണ് മറ്റുള്ളവർ. അവർ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വികൃതിയും സമ്പത്തിന്റെ വശീകരണവും മറ്റുള്ളവയ്ക്ക് വേണ്ടിയുള്ള ആസക്തിയും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാകുകയും ചെയ്യുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നവരാണ്. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 5 വാക്യങ്ങൾ 12 മുതൽ 22 വരെ. സദാ നന്മ ചെയ്യാൻ ശ്രദ്ധിക്കുവിൻ. സഹോദരരെ, നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, നിങ്ങൾക്കിടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾക്കറിയാം. അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ അവരെ ബഹുമാനിക്കണം. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ താങ്ങുവിൻ. എല്ലാവരോടും ക്ഷമയുള്ളവരാകുവിൻ. തിന്മയ്ക്ക് പകരം ആരോടും തിന്മ ചെയ്യാതിരിക്കാനും തമ്മിലും എല്ലാവരോടും സദാ നന്മയിൽ തുടരാനും ശ്രദ്ധിക്കുവിൻ. എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് ഈശോ മിശിഹായിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ആത്മാവിനെ നിങ്ങൾ കെടുത്തിക്കളയരുത്, പ്രവചനങ്ങൾ നിന്ദിക്കരുത്. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവിൻ.